ശരത് സാർ, യെസ്. ബാബുക്കയുടെ പാട്ടുകളെ കുറിച്ച് എന്താണ് ശരത് സാറിന് പറയാനുള്ളത്? അയ്യോ, ഒന്നും പറയാനില്ലടാ. അദ്ദേഹത്തിനെ പറ്റി പറയാനൊന്നും ഞാൻ ആളല്ല. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ അത് എത്ര പാട്ടുകളാ ബാബുക്കാന്ന് പറയുമ്പോൾ തന്നെ അതിങ്ങനെ ഒന്നോ രണ്ടോ ആണോ ചെയ്തത്, എല്ലാം അതിമനോഹരങ്ങളായിട്ടുള്ള കോമ്പസിഷൻസ്. അതെന്താ പറയണ്ടത്, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ എന്താ പറയണ്ടത്, അതിൻ്റെ സുഖം നമ്മുടെ മലയാള സിനിമാ സംഗീതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ബാബുക്ക. അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാ പാട്ടുകളും എൻ്റെ അമ്മായിയച്ഛൻ കണ്ണൂർ രാജൻ മാഷും അദ്ദേഹത്തിൻ്റെ വലിയ ഭീകര ഫാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടത് പാട്ടുകളും ഏകദേശം ഈ ഒരു ബാബുക്ക ഷെയ്ഡുണ്ടാവും പാട്ടുകളിൽ കേൾക്കുമ്പോൾ. അത് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബാബുക്ക പറ്റി എന്ത് പറയാനാണ്, നമ്മുടെയൊക്കെ ഭാഗ്യമാണ് ബാബുക്ക ഇവിടെ നമുക്കുണ്ടായത്. അത്രേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ചേച്ചി, ബാബുക്ക ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം ഉണ്ട്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ടൊരു ഒരുപാട് ഒരു നല്ല സൗഹൃദം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അവരെല്ലാവരെയും എനിക്ക്, ബാബുക്കയുടെ വൈഫായാലും മക്കളെല്ലാവരും അവരുടെ കൂടെയൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കാനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാബുക്കാൻ്റെ കുറേ കഥകൾ അവർ പറഞ്ഞിട്ട് അറിയാം. പിന്നെ സാറ് പറഞ്ഞ പോലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാനാവാത്ത പാട്ടുകളാണ്. എപ്പോൾ കേട്ടാലും നമുക്ക് മനസ്സിലൊരു പ്രണയം, വിരഹം, അതൊക്കെ ശരിക്കും എനിക്ക് ബാബുക്കയുടെ പാട്ട് കേൾക്കുമ്പം നമ്മൾ ശരിക്കും ഒന്നുകിൽ പ്രണയിച്ചു പോവും, അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കും. ആ വിരഹം അങ്ങോട്ട് ദുഃഖിച്ചിട്ട് പ്രണയിക്കുകയും ചെയ്യാലോ. അപ്പം അങ്ങനത്തെ ചില ഇപ്പം ഗസൽസിലൊക്കെ അത്തരത്തിലുള്ള ഫീലിങ്സ് ആണ് കൂടുതൽ. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മലയാളത്തിൽ അദ്ദേഹം ചെയ്ത സംഗീതത്തിനോടൊപ്പം ഭാസ്കരൻ മാഷിന്റെ വരികൾ വരുമ്പോഴത്തേക്ക് അതിനൊരു ഗസലിൻ്റെ ഒരു ഛായ കൂടി കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പല പാട്ടുകളും ഒരു ഗസൽ എങ്ങനെയാണോ പോകുന്നത്, പോയിട്രി എങ്ങനെയാണോ, കവിത എങ്ങനെയാണോ, അതുപോലെ സാറിൻ്റെ ഗാനങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഒരു പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതത്തോടും ആ ഒരു കൾച്ചറിനോടും ഉള്ള ഒരു എന്താ പറയുക, ഒരു കണക്ഷൻ വരുന്നത്. എന്നാലും ബാബുക്കയുടെ പാട്ടുകൾ കേൾക്കാൻ ഞാനും ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഒരു കോമ്പോസിഷൻ ചോദിച്ചാൽ ഏതായിരിക്കും ചേച്ചി? തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖ നിൻ സുന്ദരാധരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും കഴിഞ്ഞു ബാഷ്പമേഘവർഷം വിരിഞ്ഞു മന്ദഹാസമാം ചന്ദ്രലേഖ നിൻ സുന്ദരാധരത്തിൽ തെളിഞ്ഞു പ്രേമയമുന വീണ്ടും. അടിപൊളി ചേച്ചി, താങ്ക് യു.